അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. നാദാപുരത്തിൽ നിന്നും വന്ന ഏറെ വേദനിപ്പിക്കുന്ന മരണവാർത്ത. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ആ ഒരു കുടുംബത്തിൽ മരിച്ച് മലർത്തിക്കിടത്തിയത്. സുബ്ഹാനല്ലാഹ്. പടച്ചറബ്ബ് കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മരണപ്പെട്ട കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. ആ കുടുംബത്തിലെ വേദനയിലാണ് ഞാനും നിങ്ങളും ഇതിലൂടെ പങ്കുചേരാൻ പോകുന്നത്. എല്ലാവരും ദുആ ചെയ്യണം. മരണവാർത്തയാണ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തുടരാം, അല്ലാത്തവർക്ക് ബാക്കടിച്ച് പോകാം. നാദാപുരത്തായിരുന്നു സംഭവം. പുളിയാവ് വേവം പുഴയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഒരു കുടുംബത്തിലെ 3 പേരാണ്. ആ ഒരു നടുക്കത്തിലാണ് നാദാപുരം ഗ്രാമം. മരണപ്പെട്ടിരിക്കുന്നത് അരീക്കുണ്ടിൽ അൻസാർ 44 വയസ്സ്, ഭാര്യ സുഹാദ 38 വയസ്സ്, അൻസാറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ഹിസാ മറിയം 8 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ദുബായിൽ നിന്നും 1 മാസം മുമ്പാണ് അൻസാറും കുടുംബവും അവധിക്ക് നാട്ടിലെത്തിയത്. ഏറെ സന്തോഷത്തിലായിരുന്നു, ഏറെ ആഹ്ലാദത്തിലായിരുന്നു ആ ഒരു കൊച്ചു കുടുംബം. ആ കൊച്ചു കുടുംബത്തിലെ കളിച്ചിരി അവസാനിക്കുന്നത് ആ പുഴക്കരയിലായിരുന്നു. ഇസയുടെ പിതാവ് അനീഫയും 2 വർഷത്തിന് ശേഷം നാട്ടിൽ വന്നതായിരുന്നു. നാട്ടിൽ വന്നിട്ട് 3 ദിവസമേ ആയുള്ളൂ. അങ്ങനെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുചേരലായിരുന്നു അവിടെ. ജ്യേഷ്ഠൻ്റെ മകളും ഇവരുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ആ കുട്ടിയും ഈ അപകടത്തിൽപ്പെട്ടത്. സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അൻസാറും ഭാര്യ സുഹാദയും ഇവരുടെ ഏക മകളായ 10 വയസ്സുകാരി ഹംന ഫാത്തിമയും പിന്നെ ജ്യേഷ്ഠൻ്റെ മകളായ 8 വയസ്സുകാരിയായ ഹിസാ മറിയയും ഇവരൊന്നിച്ച് അലക്കാനായി പുഴക്കരയിൽ പോയതായിരുന്നു. നാദാപുരം പുളിയാവ് വേവം പുഴയിലായിരുന്നു ഇവർ അലക്കാൻ പോയിരുന്നത്. ഇവരലക്കുന്നതിനിടെ ആ 2 മക്കളും അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അൻസാറിൻ്റെ മകളും അൻസാറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളും. ആ മക്കൾ കളിക്കുന്നതിനിടെ 8 വയസ്സുകാരിയായ ഹിസാ മറിയം ആ ചെറിയ ഒരു പുഴയിലെ ചളിയിൽ പെട്ടെന്ന് അകപ്പെടുകയായിരുന്നു. 2 തൂണിനരികിലായി ചെറിയൊരു തോടായിരുന്നു. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല അതിൽ മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ. ആ ഒരു പുഴയിൽ ഒരു അപായക്കുഴി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിലേക്കാണ് ഇവർ മുങ്ങിപ്പോയത്. കാണുമ്പോൾ ചെറിയൊരു പുഴയായിരിക്കാം. ആ പുഴയിൽ ഒരു ചളിക്കുഴി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതിലേക്കാണ് ഈ പൊന്നുമോള് താഴ്ന്നു പോയത്. ഈ ഒരു ചതിക്കുഴിയും അവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു. ആദ്യം ജ്യേഷ്ഠൻ്റെ മകളായിരുന്നു അതിലകപ്പെട്ടത്. അവളെ പിടിക്കാൻ വേണ്ടിയാണ് അൻസാറിൻ്റെ ഭാര്യ ശ്രമിച്ചത്. അങ്ങനെ അൻസാറിൻ്റെ ഭാര്യയും അതിലകപ്പെടുകയായിരുന്നു. അതിലേക്ക് താണു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവർ 2 പേരെയും രക്ഷിക്കുവാൻ വേണ്ടി അൻസാറും ശ്രമിച്ചു. അങ്ങനെ അൻസാറും അതിൽ പെടുകയായിരുന്നു. അങ്ങ് താഴേക്ക് ആണ്ടുപോവുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പേടിയോടെ ഭയത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു ആ മോള്, അൻസാറിൻ്റെ മകൾ. അങ്ങനെ ഒന്നും അറിയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത ആ പൊന്നുമോള് ഓടിച്ചെല്ലുകയാണ്. വീട്ടിലും നാട്ടിലും ഒക്കെ അറിയിക്കുകയാണ്. ആ മോളാണ് ഇത് പുറം ലോകം അറിയിച്ചത്. അങ്ങനെ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് അവിടെയുള്ള നാട്ടുകാരൊക്കെ ഓടിയെത്തി വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇവരുടെ ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. മരണപ്പെട്ടുപോയി. ഒരു കുടുംബത്തിൽ ബാക്കിയുള്ളത് ഒരേ ഒരു മോളാണ്, ഹംന എന്ന ആ ഒരു പൊന്നുമോള്. ഒക്കെ കണ്ടു നിന്നതും ആ മോളായിരുന്നു. ആ കുടുംബത്തിൽ ചെന്ന് നോക്കിയവർക്കാർക്കും ഒരു തുള്ളി കണ്ണുനീര് പൊടിയാതെ തിരിച്ചു വരാനായിട്ടില്ല. അങ്ങനെ ഒരു സങ്കടപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു ആ കുടുംബത്തിൽ. സഹിക്കാൻ പറ്റാതെയായിരുന്നു പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കുടുംബത്തിൽ മലർത്തിക്കിടത്തിയത് 3 മയ്യത്താണ്. പടച്ചറബ്ബേ, അതാർക്കാണ് കണ്ടു നിൽക്കാനാവുക? ആർക്കാണ് സഹിക്കാൻ പറ്റുക? പടച്ചറബ്ബ് കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ കണ്ടു നിന്ന ആ പൊന്നുമോള് ഹംന മോളെ എങ്ങനെ സമാധാനിപ്പിക്കും? ഉമ്മയും ഉപ്പയും തിരിച്ചു വരില്ല എന്നറിയാതെ തനിച്ചായിപ്പോയ ആ പൊന്നുമോള്. പടച്ചറബ്ബേ, ആ പൊന്നുമോൾക്ക് നീ സംരക്ഷണം നീ കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കളില്ലാത്ത വേദന ആ മകളെ അറിയിക്കല്ലേ റബ്ബേ. നീ തന്നെ ആ പൊന്നുമോളെ സംരക്ഷിക്കണേ നാഥാ. ആ പൊന്നുമോള് ഹംനയെ നോക്കി വന്നവരൊക്കെ വിങ്ങിപ്പൊട്ടുകയാണ്. ഈ ദുരന്ത വാർത്ത അറിഞ്ഞതോടുകൂടി ആ പ്രദേശത്തുള്ള എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ആ നാട്. അങ്ങനെ വേദനിപ്പിച്ച ഒരു മരണവാർത്തയാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, മരണപ്പെട്ടുപോയ ഈ ദമ്പതികൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഇവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്.
പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ആ കുടുംബത്തിന് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. മരണപ്പെട്ടവർക്ക് വേണ്ടി പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.